പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വിഷയം ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനമാണ്. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും അവ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് ദൈവിക ജ്ഞാനം. ജ്ഞാനം എന്നത് അറിവല്ല. അറിവ് ഭൗതിക തലത്തിലുള്ളതാണ്. എന്നാൽ ജ്ഞാനം ദൈവിക അറിവാണ്. അത് സ്വർഗീയ അറിവാണ്. ജ്ഞാനം ഇല്ലാത്തവന് ജീവിതം പലപ്പോഴും ബുദ്ധിമുട്ടായി അനുഭവപ്പെടാറുണ്ട്. ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കണം. ഉദാരമായി നൽകുന്നവനാണ് ദൈവം. ജ്ഞാനം ചോദിക്കുന്ന വ്യക്തിക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ചോദിക്കുന്ന വ്യക്തിക്ക് ജ്ഞാനം കുറവാണ് എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിക്കുണ്ടാകണം. രണ്ടാമത്, ദൈവത്തോട് ചോദിച്ചാൽ ജ്ഞാനം എനിക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പും ഉണ്ടായിരിക്കണം. ഈ ലോക ജീവിതത്തിൽ ജ്ഞാനമില്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രയാസമായി വരും. കാപട്യമുള്ള ഈ ലോകത്തിൽ കളങ്കമേൽക്കാതെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയിൽ ജീവിക്കുവാൻ ജ്ഞാനം ആവശ്യമാണ്. സത്യവും അസത്യവും തിരിച്ചറിഞ്ഞ് സത്യത്തെ സ്വീകരിക്കുവാനും പാപവും പുണ്യവും വേർതിരിച്ചറിഞ്ഞ് പുണ്യം അഭ്യസിക്കുവാനും ഉള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള പക്വത നമുക്ക് ലഭിക്കുന്നത് ദൈവിക ജ്ഞാനത്തിൽ നിന്നാണ്. സോളമന് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ സോളമൻ ആവശ്യപ്പെട്ടത് വിവേകമാണ്. കർത്താവ് സോളമന് വിവേകവും ജ്ഞാനവും കൊടുത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന്, നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ വചനവും നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവിക വചനമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം പ്രത്യേക സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 അത് വ്യക്തമായി പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം തന്നെയായ വചനത്തിനാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വചനം കേൾക്കാനും വചനം ധ്യാനിക്കാനും വചനമനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി വചനമനുസരിച്ച് ജീവിക്കുവാനും നാം പരിശ്രമിക്കുമ്പോഴാണ് ദൈവികമായ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.